പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരിമാരെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള എൻ്റെ ചിന്താവിഷയം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം. കാലാളുകളോടുകൂടെ നീ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നെങ്കിൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? യെരമ്യാവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചു എങ്കിൽ യെരമ്യാവ് തൻ്റെ ചർച്ചക്കാരിൽ നിന്നും തൻ്റെ പിതൃഭവനത്തിൽ നിന്നൊക്കെയും പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കപ്പെട്ടപ്പോൾ അവൻ ക്ഷീണിതനായി തീർന്നു. അപ്രകാരം ദൈവസന്നിധിയിൽ തളർന്നും ക്ഷീണിച്ചും പോകുന്ന ഒരവസ്ഥയിലാണ് കർത്താവ് ഇപ്രകാരം യെരമ്യാവിനോട് ചോദിക്കുന്നത്, നീ കാലാളുകളോടുകൂടെ ക്ഷീണിച്ചു പോയാൽ നീ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? കാര്യം യെരമ്യാവിനെ പറ്റി ഒരു നല്ലൊരു ഭാവിയാണ് കർത്താവ് അവനെ പറ്റി കരുതിയിരുന്നതെങ്കിൽ അവിടെയൊക്കെ ഈ സ്റ്റെപ്പിൽ നീ ക്ഷീണിച്ച് തളർന്നു പോകാതെ പോയാൽ മാത്രമേ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നിനക്ക് കയറുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെ പറ്റി നമ്മുടെ ജീവിതത്തിലും കർത്താവിന് നമ്മളെ പറ്റി ഒരു പദ്ധതികളും പ്ലാനുകളും ഉണ്ട്. ആ ലക്ഷ്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വരുന്ന പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ ഒക്കെ നമ്മൾക്ക് ജയിച്ചു മുന്നേറുവാനുള്ള ഒരു കരുത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ യാചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്ന് അതിനെ ഓവർകം ചെയ്യുവാനുള്ള കൃപ കർത്താവ് നമ്മൾക്ക് തരും. അതുകൊണ്ടാണ് യെരമ്യാവിനോട് കർത്താവായ ദൈവം ഇപ്രകാരം പറയുവാനിടയായി തീർന്നത്, ഈ കാലാളുകളോടുള്ള ഓട്ടത്തിൽ നീ പെറുപെറുക്കാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും പോവുകയാണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഞാൻ കടത്തിവിടുന്നതാണ് കുതിരപ്പടകളോടുള്ള ഓട്ടം. ഓട്ടം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തെയാണ് ദൈവവചനത്തിൽ പഠിപ്പിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഓട്ടം സ്ഥിരതയോടുള്ള ഓട്ടമായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, ഓട്ടക്കടത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രം. പല രീതിയിൽ നമ്മൾക്ക് ഓടുവാൻ കഴിയും, എങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിലുള്ള ഓട്ടം നമ്മൾ ഓടുന്നത് ഒരു സ്ഥിരതയിൽ മീൻസ് ലക്ഷ്യത്തിലോട്ടാണോ, ആ ജീവകിരീടം പ്രാപിക്കുവാനുള്ള ഒരു ഓട്ടമാണോ എന്ന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് ശോധന ചെയ്യുന്നത് ഏറ്റവും ആവശ്യമാണ്. കാര്യം ഇത്രയും തികഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പോലും ഞാൻ ഓടുന്നതും വൃഥാവായി ഇരിക്കാതിരിക്കാൻ വേണ്ടി അവൻ തന്നെത്താനെ ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് ആലോചന ചോദിക്കുവാനിടയായി തീർന്നു. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ നിത്യത എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടുമ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പാതയിൽ നമ്മൾ തെറ്റിപ്പോകാതെ വഴുതിപ്പോകാതെ അത് സ്ഥിരതയോടുള്ള ഒരു ഓട്ടമാണോ നമ്മൾ ഓടുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നൊന്ന് ആലോചന ചോദിക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ആകയാൽ എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിലിരുന്ന് കർത്താവിൻ്റെ ആലോചനകളെ പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ ഉള്ള ഓട്ടത്തിൽ നമ്മൾ ബിരുദ പ്രാപിക്കുന്നവരായി തീരാം.